മക്കളെ, ക്രിസ്മസ് എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങളെ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഈ പരീക്ഷനെ ഓർത്തിട്ട് എന്ത് ഇമോഷനാണ് വരുന്നുള്ള കാര്യം ആദ്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. പരീക്ഷനെ ഓർത്തിട്ട് ഒരു എക്സൈറ്റ്മെൻറ്റ്, സന്തോഷമാണ് വരുന്നത്. പരീക്ഷ വരട്ടെ, തകർക്കുന്നതാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഹാപ്പി എന്ന് പറയാം. എന്നാൽ അതല്ല, പരീക്ഷ ഓർക്കുമ്പോഴത്തേക്ക് ടെൻഷനും പേടി, ഫിയർ ആണെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയാം. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 90% കുട്ടികളുടെ അവസ്ഥ ഈ രീതിയിലായിരിക്കും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് കൃത്യമായൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ള ബേസിക് കാര്യം ഞാൻ പറഞ്ഞുതരാം. 100% കൃത്യമായിട്ടുള്ള പ്ലാൻ ലൈവ് ക്ലാസ്സോടുകൂടി എക്സാമിനർ എങ്ങനെയാണ് ഇത് ചെയ്യാമെന്നുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ നാളത്തെ ഞായറാഴ്ചത്തെ വൈകുന്നേരത്തെ ലൈവിൽ വരിക. അത് ലൈവിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ പോകണം. ഇപ്പം ഞാൻ പറഞ്ഞാൽ പോകുന്നത് ബേസിക് കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്ന്, എത്ര സമയം നിങ്ങൾക്കുണ്ട് മക്കളെ? അപ്പോൾ ഡിസംബറിൽ എക്സാം എപ്പോഴാണ് നടക്കാമെന്നൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഡേറ്റ്. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയം വരെ കൃത്യമായുള്ള ഡേറ്റ് വന്നിട്ടില്ല. പക്ഷേ നമ്മൾ ഹോപ്പ് ചെയ്യുന്നത് ഡിസംബർ 15 കൂടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ഹാവ് ഓൾമോസ്റ്റ് 30 days എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ നിങ്ങളൊരു മണ്ടത്തരം കാണിക്കരുത്. 30 ദിവസം, സാർ 30 ദിവസമുണ്ട്, അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്. ഇല്ല, 30 ദിവസം എക്സാമിന് സമയമുണ്ട് ബാക്കി. പക്ഷേ 30 ദിവസം പഠിക്കാൻ സമയം ഉണ്ടാവും? ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യത്തെ കുറേ ദിവസം പഠിക്കുമെന്ന് വിചാരിച്ചോ? ആ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ഒന്നും കൂടി റിവൈസ് ചെയ്യണ്ടേ? അത് ചെയ്തില്ലെങ്കിൽ ഓർത്തിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം മിനിമം നമുക്കൊരു മിനിമം ഒരു 7 days എങ്കിലും റിവൈസ് ചെയ്യാൻ വേണ്ടേ? അപ്പോൾ എത്ര ദിവസമേ പഠിക്കാനുണ്ടാവുള്ളൂ? ചാപ്റ്റേഴ്സൊക്കെ പഠിക്കാൻ ഓൾമോസ്റ്റ് 23 ദിവസം മാക്സിമം ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയിൽ കല്യാണം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി പോകും. അപ്പോൾ നിങ്ങളെ സങ്കടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയല്ല, നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കണം. റിയാലിറ്റി മനസ്സിലാക്കിയാലേ നമുക്ക് പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പ്ലാൻ ഉണ്ടാക്കിയാലേ നമുക്ക് ഹാപ്പി ആകാൻ പറ്റുള്ളൂ. കാരണം പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളത് ചെയ്തിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ 23 days നമുക്ക് പഠിക്കാനുണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് റിവൈസ് ചെയ്യാനും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം വേണ്ടി വരും. ഓക്കെ, അതിൽ നമ്മൾ ആ 23 days നമ്മുടെ ഗോൾ എന്താണ്? 23 days നമ്മുടെ പ്രൈമറി ഗോൾ മാക്സിമം ക്രിസ്മസ് എക്സാമിനുള്ള, അതായത് ഓണപ്പരീക്ഷ കഴിഞ്ഞുള്ള ചാപ്റ്റേഴ്സിൽ മാക്സിമം അതിൽ തീർക്കാം. മാക്സിമം എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം എന്ന് പറഞ്ഞാൽ എല്ലാം തീർക്കാമെന്നാണോ? അല്ല, മാക്സിമം എന്ന് പറഞ്ഞാൽ മാക്സിമം തീർക്കാം. സാർ മനസ്സിലായില്ല. നിങ്ങളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ക്രിസ്മസ് എക്സാമിന് ഏതാണ്ട് ഒരു 20 ചാപ്റ്റർ ഉണ്ട് വിചാരിക്കാം, എല്ലാ സബ്ജക്റ്റും കൂടി ചേർത്ത്. 20 നിങ്ങൾ ഓൾറെഡി 15 തീർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 5 കൂടി തീർത്തിട്ട് പരിപാടി തീർക്കാം. നിങ്ങൾ ഇതുവരെ ഒന്നും പഠിച്ചില്ലെങ്കിൽ ആ 20 ചാപ്റ്റർ തീർക്കാൻ നോക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങളൊന്നും മര്യാദയ്ക്ക് പഠിക്കില്ല. പക്ഷേ അതിലൊരു 10 ചാപ്റ്റർ തീർക്കുക എന്ന് പറഞ്ഞാൽ അച്ചീവ്മെൻ്റ് അല്ലേ? ഭയങ്കര വലിയ അച്ചീവ്മെൻ്റാണ്. അപ്പോൾ അതിൽ മാക്സിമം ചാപ്റ്റർ തീർക്കാമെന്നാണ്. അതിനുശേഷം എല്ലാ 30 ദിവസവും ഉപയോഗിക്കാൻ പറ്റില്ല, 23 ദിവസം മാക്സിമം ഉപയോഗിക്കാൻ പറ്റും. കാരണം അതിനുശേഷം ആ പഠിച്ച ചാപ്റ്റർ ഒന്നുകൂടി റിവൈസ് ചെയ്യണം, അല്ലെ അത് മറന്നു പോകും, വെറുതെ ആയിപ്പോൾ പഠിച്ച്. അതിനുള്ള സ്ട്രാറ്റജി വേണം. കുറച്ചും കൂടി ചാപ്റ്റർ വൈസ് ആയിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ സൺഡേത്തെ ലൈവിൽ പറയും. പക്ഷേ ബേസിക്കലി 23 days കൊണ്ട് മാക്സിമം ചാപ്റ്റർ നമ്മൾ തീർക്കണം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ബാച്ചിലൊട്ടിയാണ്, ബാച്ചിലെ എല്ലാ ചാപ്റ്ററും എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ക്രിസ്മസിൻ്റെ. അതിന് ലൈവിൻ്റെ ഒക്കെ റെക്കോർഡിംഗ് ആപ്പിലുണ്ട്, പോയി കുത്തിരുന്ന് കാണും. നിങ്ങൾ യൂട്യൂബിൽ മാത്രം പഠിക്കുന്നവരാണ് യൂട്യൂബിൽ 1 ഷോട്ട് കാണാം. പക്ഷേ 1 ഷോട്ട് കണ്ടു കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ചെയ്യണം. കാരണം ബാച്ചിലെ കുട്ടികൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൽ അത് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അതിനുള്ള സംവിധാനം കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യണം, ബാച്ചിൽ ജോയിൻ ചെയ്യുക ഏറ്റവും ബെസ്റ്റാണ്. കാരണം ഓൾറെഡി എടുത്ത ക്ലാസ്സും കിട്ടും. ഇനി അങ്ങോട്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സും ലൈവ് ക്ലാസ്സും ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാം. ബെസ്റ്റ് ടൈമാണ് ജോയിൻ ചെയ്യാൻ. ഇപ്പോൾ ജോയിൻ ചെയ്താൽ ഫീസും കുറവാണ്, അറിയാലോ. ഓക്കെ, വേറൊരു ഡേഞ്ചറുണ്ട് ഇവിടെ. ഓണ എക്സാമിൻ്റെ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വരും. അപ്പോൾ ഈ 7 ദിവസം വെക്കാൻ പറഞ്ഞത് എന്തിനും കൂടിയാണ്? റിവിഷൻ ചെയ്യാൻ മാത്രമല്ല, ഓണം എക്സാമിന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കുറച്ചൊക്കെ, പക്ഷെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്യണം. കാരണം നല്ലൊരു ശതമാനം വെയിറ്റേജ്, ഒരു 30 to 40% വെയിറ്റേജ് എങ്കിലും ഓണം എക്സാമിന് ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കും ക്രിസ്മസ് എക്സാമിൽ വരിക. അപ്പോൾ അത് പഠിക്കാതെ പോയാൽ ക്രിസ്മസ് എക്സാമിന് പണി കിട്ടും. അപ്പോൾ അത് പഠിക്കണം. ആദ്യം മുതൽ പഠിക്കുന്ന പോലെ ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ 7 ദിവസം എങ്കിലും വേണം നമുക്കത് റിവൈസ് ചെയ്യാൻ മിനിമം. അപ്പോൾ അത് നമുക്ക് പ്ലാൻ വേണം. ആദ്യം തന്നെ ചാടിക്കരുത് പഠിക്കാൻ നിൽക്കണ്ട, അത് അവസാനത്തേക്ക് പഠിച്ചാൽ മതിയോ? ഓക്കെ, കാരണം ആദ്യം തന്നെ പഠിച്ചാൽ അത് മറന്നു, ക്രിസ്മസ് എക്സാം എല്ലാം മറന്നു പോകുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്മസ് എക്സാം പഠിക്കും. അപ്പോൾ ക്രിസ്മസ് എക്സാമിനോട് ആദ്യം പഠിക്കുന്നു, പിന്നെ അതിൻ്റെ റിവേഷൻ കിട്ടുന്നു. ഓണം എക്സാമിന് അവസാനത്തേക്ക് പഠിച്ചാൽ മതി, കാരണം ഓൾറെഡി എന്തൊക്കെയോ പഠിച്ച ഓർമ്മ ഉണ്ടാവും. ഇനി അവസാനം ചോദ്യം, സാർ ഇതൊക്കെ ചെയ്യേണ്ട അത്ര വലിയ കാര്യമുണ്ടോ? പബ്ലിക്കൊക്കെ പഠിച്ചാൽ മതി, ഈ ക്രിസ്മസ് എക്സാമിനൊക്കെ ഇത്രയും സാഹസം കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ വെറും ഒരു പ്രശ്നം പോലെയല്ലേ? ഒരിക്കലും നിങ്ങൾ ആ ഒരു മണ്ടത്തരം കാണിക്കരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ലേണിംഗ് എന്ന് പറഞ്ഞാൽ, പഠനം എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ആ പഠനം കൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. ഇപ്പോൾ പലരും പറയും, പഠിച്ചുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല 10ാം ക്ലാസ്സിൽ. നിങ്ങൾ നോക്കിക്കോ, മിക്ക സമയത്തും അവർ മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടാവില്ല. മനസ്സിലല്ലേ? പഠിച്ചത് കൊണ്ട് കാര്യമില്ല എന്ന് പറയുന്ന ആൾക്കാർ പഠിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളോട് എന്താ ചേട്ടൻ പഠിച്ചിരുന്നോ വന്നിട്ട്? റെഗുലറായിട്ട് ഈ പറഞ്ഞ പോലെ പരീക്ഷയ്ക്കൊക്കെ പഠിച്ച് നല്ല മാർക്ക് കിട്ടി അങ്ങനെ പഠിച്ചിരുന്നോ? ഇല്ല.
പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വല്ല പരീക്ഷയ്ക്ക് മാത്രം പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് ജീവിതത്തിൽ ഒരു കാര്യം ഉണ്ടാകാത്ത അവർക്ക് ഈ പഠനം കൊണ്ട്. കാരണം ആ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിച്ചത് അതും അപ്പം തന്നെ മറന്നു പോകുന്നു, പിന്നെ ജീവിതത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കുറച്ച് നാളൊക്കെ ഇങ്ങനെ പോകാൻ പറ്റും, പക്ഷെ ഒരു പോയിന്റിന് ശേഷം നിങ്ങൾക്ക് ലൈഫിൽ പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ ആ ശീലം മാറ്റിയേ പറ്റുള്ളൂ. നമ്മൾ പഠിക്കുന്നത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, പരീക്ഷയ്ക്കും കൂടെയാണ്, മാർക്ക് വേണം നമുക്ക്. പക്ഷെ നമ്മൾ ആ റെഗുലറായിട്ട് ലേൺ ചെയ്താൽ ഈ സ്കൂളിലൊക്കെ പോയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവണം മക്കളെ. അപ്പോൾ അതൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇതിനുണ്ട്. നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ പബ്ലിക് എക്സാമിൻ്റെ തലേന്നുള്ള അവസാനം എല്ലാം കൂടെ തകർത്ത് പഠിക്കുന്നൊക്കെ വിചാരിച്ചിരുന്നാലുള്ള പ്രശ്നം, പ്രാക്ടിക്കലി അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ഭയങ്കര ടെൻഷനും ആയിരിക്കും. കാരണം ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. ഫുൾ അവസാനം ഇങ്ങനെ ഒറ്റയടിക്ക് പഠിക്കണമെങ്കിൽ ഭയങ്കര ടെൻഷന് വരും. എന്തിനാണ് ഒരു ടെൻഷൻ എടുക്കുന്നത്? ഇപ്പോഴേ മര്യാദയ്ക്ക് പഠിച്ചു തുടങ്ങിയാൽ ഇപ്പോഴേ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടി, നിങ്ങളുടെ പേരൻസിനും നിങ്ങളുടെ ടീച്ചേഴ്സിനും ഒക്കെ സന്തോഷമായി, നമുക്കൊരു രസമല്ലടോ, ഒരു പേപ്പർ കിട്ടുമ്പോൾ നല്ല മാർക്കുണ്ട്, അത് ഇപ്പം തന്നെ അങ്ങോട്ട് ആക്കിയെടുക്കുക. മാത്രമല്ല അതൊരു നല്ല ശീലമല്ല അവസാനത്തേക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വെക്കുന്നത്. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ കഴിച്ചിലൊക്കെ ആയി പോകുമായിരിക്കും ഈ ഒരു ക്ലാസ്സുകളിലൊക്കെ. പക്ഷേ ജീവിതത്തിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ അവസാന നിമിഷങ്ങൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പോയിന്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും. കാരണം പരീക്ഷയൊക്കെ നമുക്കിങ്ങനെ ട്രിക്കൊക്കെ അങ്ങനെ വെച്ചിട്ട് പഠിക്കാം. പക്ഷേ ലൈഫിലെ കാര്യങ്ങൾ ചാലഞ്ചസ് ഒന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ശീലം മാറ്റുക, റെഗുലറായിട്ട് പഠിക്കുക. ക്രിസ്മസ് എക്സാമിന് തന്നെ ഒരു പബ്ലിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ പ്രിപ്പയർ ചെയ്ത് മാക്സിമം മാർക്കും വാങ്ങാൻ പഠിക്കുകയും ചെയ്യാം. ഓക്കെ, അതിന് എക്സാക്ട്ലി എങ്ങനെയാണ് ചെയ്യണമെന്നാണ് ഞായറാഴ്ച ലൈവിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ബേസിക് ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓൾസോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമുക്ക് ഞായറാഴ്ച വൈകുന്നേരം കാണാം.